നിന്നെ ഞാൻ പറയിക്കും. പറ്റി ഞങ്ങളാണെന്ന് പറ. ഞങ്ങളല്ലേ സാറേ, ഞങ്ങളാക്കുന്നു. നിങ്ങൾ പറയില്ലല്ലേ? മറ്റവരുടെ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. നന്നായി. ഇനിയുള്ളത് അവരുടെ മേലാകാം. അവരെ തച്ചും തലോടിയും ഇവരെ കൊണ്ട് സത്യം പറയിക്കും. നീ ആ വരി ഞെരിച്ചെന്നെ മരട്ട ചായ. മോളെ, ഈ തോക്കെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നാക്കെന്ന് പറയുന്നത് പോലെയാ എനിക്ക്. ബർമ്മ അതിർത്തിയിൽ തോക്കും ഞാനുമായിട്ട് കളിച്ചൊരു കളി അന്നേ ഞാൻ ആഗ്രഹിച്ചതാ ഇതുപോലൊന്ന് കിട്ടാൻ. ഇപ്പോഴെങ്കിലും സ്വന്തമായിട്ട് എനിക്കത് കിട്ടി. മോളെന്താ ആലോചിക്കുന്നത്? അത് ഒരു പിടിയും കിട്ടുന്നില്ല മാരേട്ട. പ്രതീക്ഷിക്കാതെ എന്തൊക്കെ സംഭവിച്ചു പോയി. എത്ര കാലം എന്ന് വെച്ചാ ഈ കാട്ടിലിങ്ങനെ കഴിയാ? ഞങ്ങൾക്കൊക്കെ എവിടെയായാലും ഒരുപോലെയല്ലേ മോളെ. പിന്നെ കാട്ടിലാവുമ്പോ ജന്തുക്കളെ മാത്രം പേടിച്ചാൽ മതിയല്ലോ. ആ ചിങ്കനവിടെ, അവനെയും വേണം അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. പാവങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് സ്വസ്ഥമായിരുന്നു രണ്ടൂട്ടം പറയാൻ കഴിഞ്ഞിട്ടില്ല. കരയാതറാക്കി, നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കും. നമ്മളോ ദുരിതത്തിലാ കഴിയുന്നത്. നമ്മുടെ മക്കളെങ്കിലും നന്നായി കഴിയണ്ടേ? അതിനാ ഇതൊക്കെ. അളമുട്ടിയ പാമ്പിന്റെ തിരിച്ചുകടിയാ. ഇതിനിടയ്ക്ക് ഞാൻ ചത്തുപോയാലും നീ സന്തോഷിക്കണം. നിന്റെ കെട്ടിയോൻ ഒരു പട്ടിയെപ്പോലെ നാറിയിട്ടല്ല ചത്തതെന്ന്. റാക്കി, നീ ഒന്ന് ഭൈരവിയോട് വിവരം പറ. അടുപ്പെല്ലാം വെള്ളം വെച്ച് അടച്ചേക്കാൻ പറ. പോകാനുണ്ട് അവരെടുത്തു. എന്നെ പറ്റി നീ വിഷമിക്കണം. ചെല്ല്, എളുപ്പം ചെല്ല്. രാഖി, ഇവരുടെ കൂടെ ഉൾക്കാട്ടിലേക്ക് കുറിച്ചു വരും. മരട്ട, ചിങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന അപകടം. അനങ്ങി പോരുത്. നടക്കൂ.
ചിങ്ങനെ കൊണ്ടുപോയാൽ നമുക്കവൻ ജീവനോടെ കിട്ടില്ല. പോലീസിനെ കൊന്നെങ്കിലും ഞാൻ അവൻ രക്ഷിക്കും. പറയട്ടെ. രാഖി, എന്റെ ചിങ്കനെ കൊലക്കി കൊടുത്തിട്ട് ചേച്ചിക്ക് എന്താ കിട്ടിയേ? രാഖി, അത് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് ഇതിന്റെ സഹായം വേണ്ട. പാവം ചിങ്ങനെ പിടിപ്പിച്ചില്ലേ? നിന്നെ വിശ്വസിച്ചതിന് നീ തന്നു. തോക്കില്ല കയ്യില് ഞങ്ങളെ കൂടി കൊന്നോളാം. ചത്തും കൊന്നും വേണം കയ്യാനെന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടാ കൂടെ വന്നു. വലിയ ഓഫീസറെ കണ്ടപ്പോ പറഞ്ഞ് ബീരിയൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് അധികം പഠിപ്പുള്ളവരെ നമ്പിക്കൂടാണ്. അധികന്മാര് മരട്ടാ, എന്നെ വെറുക്കരുത്. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ. ഞാനൊന്ന് പതറിയെന്നു നേരാ. അതെന്തുകൊണ്ടായിരുന്നെന്ന് ചിങ്കന് മനസ്സിലാവും. ചിങ്കനെ പിടിച്ചത് വേറെ ഏതൊരു ഓഫീസറായിരുന്നാലും എന്റെ ജീവൻ കളഞ്ഞ് ഞാൻ ചിങ്കനെ രക്ഷിക്കുമായിരുന്നു. ഡിവൈഎസ്പി ശാന്തപ്പൻ വലിയ വാക്കൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇനിയും മയക്കണ്ട. കാട്ടിലേക്ക് ഏതായാലും പോയിക്കോട്ടെ. ഞങ്ങൾ ഈ കാട്ടില് എങ്ങനെയും കഴിഞ്ഞോളാം. രാഖി, എന്ത് ചെയ്തും നിന്നെ ചിങ്കനെ ഈ ചേച്ചി തിരിച്ചു കൊണ്ടുവരും. ഇത് സത്യം.